ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരുത്തന്നെ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള സാധനം മുഴുവൻ വലിച്ചിട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് അടുത്ത പണി തരാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത്. ഓൻ്റെ വിചാരം ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണ് എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നൈസിൽ അത്താനെ വിളിച്ചിട്ട് ഇതിനൊന്ന് റോട്ടിൽ കൊണ്ടുപോകുമോ ചോദിച്ചു. അപ്പോൾ അത്ത വന്ന് കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഇന്ന് അമ്മി അനിയത്തിയും പാടെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. രണ്ടാളോടെ അല്ല, അവളെ കയ്യിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും കറി വെക്കാൻ പറ്റിയ വെക്കുകൊണ്ടു, ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രസം എന്തെങ്കിലും വെക്കാമെന്ന്. അതല്ല ഇപ്പോൾ എളുപ്പപ്പണി. അപ്പം ഞാൻ തട്ടിക്കൂട്ടി ഒരു തക്കാളി രസം അങ്ങോട്ട് വെച്ചു. ഈ രസം തട്ടിക്കൂട്ടി വെച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചില്ല ബാക്കിൽ എനിക്ക് വലിയൊരു പണി ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. രസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെ വല്ല റീൽസും കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കറക്റ്റ് ടൈം നോക്കി അത്ത ബോട്ടി കൊടുക്കുന്നത്. എന്നാ വെറുതെ ഇരിക്കല്ലേ, ഇതങ്ങോട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ഞാനിതുവരെ ബോട്ടി വെച്ചിട്ടൊന്നുമില്ല. ഉമ്മാനെ വിളിച്ച് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു ഈ അതവിടെ വെച്ചോ, ഞാൻ വന്നിട്ട് വെച്ചോളാം. ഞാനേതായാലും വെറുതെ ഇരുന്നില്ല, എന്തായാലും വീഡിയോസൊക്കെ എടുക്കല്ലേ, അപ്പോൾ ഒന്ന് വെച്ചോക്കാമെന്ന് വിചാരിച്ച് ഉമ്മാനോട് ചോദിച്ചു നോക്കിയിട്ട് ഉമ്മ പറഞ്ഞ പോലെ തിളപ്പിച്ച് കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ഇതുവരെ ബോട്ടി വെച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് വെക്കണത്. അപ്പോൾ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ പാടെ വാട്ടി കയ്യിൽ കിട്ടിയ പൊടി, അതിൽ മട്ടൻ മസാല പൊടി ഉണ്ടായിരുന്നു, അതും ഇട്ട് വാട്ടി ഞാൻ. എന്നിട്ട് ബോട്ടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെക്കാൻ നിൽക്കുമ്പോഴാണ് ഉമ്മ വന്നത്. ഇതിൽ തീരെ വെള്ളമില്ല, വെള്ളം ഒഴിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാനത് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തപ്പോൾ ചോറും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്